പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജക്കബ് ഫാറ്റുവിന് ഇപ്പോൾ WWE കൊടുത്തുകൊണ്ടിരിക്കുന്ന പുഷ് ഓവർ പുഷ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെ WWE വരുന്നതിന് മുൻപേ അറിയുന്ന റെസ്ലിംഗ് ആരാധകരാണെങ്കിൽ അവർക്ക് ജക്കബ് ഫാറ്റുവിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുഷ് ഓവർ പുഷ് ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത്രയും മികച്ച രീതിയിൽ ഇൻ റിംഗ് പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള അപൂർവം ചില റെസ്ലേഴ്സിൽ ഒരാളാണ് ജക്കബ് ഫാറ്റു. ജക്കബ് ഫാറ്റു ഇപ്പോൾ WWE ഡെബ്യൂ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി വെയിറ്റ് ഉള്ള ഒരു താരമായിരുന്നു. അദ്ദേഹം ഭാരമൊക്കെ കുറച്ചിട്ടും അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഭാരമുള്ള സമയത്തും അദ്ദേഹത്തിൻ്റെ റിംഗ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് മറ്റാർക്കും ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. യൂട്യൂബിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ വളരെ സുലഭമായിട്ട് ലഭ്യമാണ്. അപ്പോൾ ജക്കബ് ഫാറ്റുവിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ WWE കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ പുഷ് ആണെന്ന് പറയുന്നത് മറ്റാരുമല്ല, WWE ഹോൾ ഓഫ് ഫെയിമറും ഊസോസിൻ്റെയും സോളോ സിക്കോവയുടെയും അച്ഛനായ റിക്കീഷിയാണ്. ജക്കബ് ഫാറ്റു റിക്കീഷിയുടെ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. റിക്കീഷിക്ക് സ്വന്തം മക്കൾക്ക് പുഷ് കൊടുക്കാതെ മറ്റാർക്കെങ്കിലും പുഷ് കൊടുത്ത് കണ്ടാൽ അപ്പോൾ അത് ഓവർ പുഷ് ആണെന്നും അവർക്ക് അങ്ങനെ പുഷ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനുമാണ്. അപ്പോൾ റിക്കീഷി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ജക്കബ് ഫാറ്റുവിനെ ഇത്ര രീതിയിലൊന്നും അവർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജക്കബ് ഫാറ്റുവിന് കുറച്ച് ജോബേഴ്സിനെതിരെ മത്സരം കൊടുത്ത് പതിയെ ബിൽഡ് ചെയ്താൽ മതിയായിരുന്നു. ഇത് പെട്ടെന്ന് ജക്കബ് ഫാറ്റുവിനെ കൊണ്ടുവന്ന് പുഷ് കൊടുക്കുന്ന പോലെയായി. അത് ഒരിക്കലും അദ്ദേഹത്തിന് നല്ലതായിരിക്കില്ല. അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ജക്കബ് ഫാറ്റുവിനെ സംബന്ധിച്ച് റിക്കീഷി പറയുന്നത്. കോഡി റോഡ്സിനെതിരെ സ്റ്റോറി ചെയ്യാനൊന്നും ജക്കബ് ഫാറ്റു ആയിട്ടില്ല എന്നുള്ളതും റിക്കീഷി പറയുന്നുണ്ട്. റിക്കീഷിയുടെ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ പ്ലാനുകളെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ പ്ലാനായി നമ്മൾ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പ്രതീക്ഷിച്ചിരുന്നത് റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 5 പേരും സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 5 പേരും തമ്മിലുള്ള ആ ഒരു വാർ ഗെയിംസ് മത്സരമായിരുന്നു. അതിൽ നിന്ന് എല്ലാ പ്ലാനുകളും ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് PW ഇൻസൈഡറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ടോങ്ക ലോഗയുടെയും അനിയൻ ഹിക്കല്ലയോ ഇപ്പോൾ WWE ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സൈൻ ചെയ്തിട്ടുള്ള റെസ്ലർ അദ്ദേഹം NXTയിലേക്കാണ് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനർത്ഥം ഹിക്കല്ലയുടെ ഡയറക്റ്റ് ഡെബ്യൂ NXTക്ക് വേണ്ടിയിട്ടായിരിക്കും, മെയിൻ റോസ്റ്ററിന് വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പോൾ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ഒരു 5-on-5 വാർ ഗെയിംസ് മത്സരം നടക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹിക്കല്ലയെ പുതിയ ഒരു മെമ്പറായിട്ട് കൊണ്ടുവരാൻ WWE നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബാഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഹിക്കല്ലയെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് PW ഇൻസൈഡറിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനും സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരം തന്നെയായിരിക്കും നമുക്ക് ഇപ്രാവശ്യം മെൻസ് വാർ ഗെയിംസ് മത്സരമായിട്ട് സർവൈവർ സീരീസിൽ കാണാൻ സാധിക്കുക. ആ പ്ലാനിൽ യാതൊരുവിധ മാറ്റവുമില്ല. പക്ഷേ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പർ വരാൻ സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബ്ലഡ് ലൈൻ്റെ പ്ലാനുകളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.